ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മൾ കപ്പ് ലവ് ഓൾ പ്ലേ എന്ന് പറഞ്ഞ മലയാള സിനിമ കാണാൻ വേണ്ടിയിട്ട് സ്ക്രീൻ 2 വനിതയിൽ വന്നേക്കണേ. കപ്പ് ലവ് ഓൾ പ്ലേ ഒരു ബാഡ്മിൻ്റൺ ബേസ്ഡ് ആയിട്ടുള്ള ഒരു മലയാള സ്പോർട്സ് സിനിമയാണ് ഇവരുദ്ദേശിച്ചത്. അത് ഞാൻ പറയാം എന്തുകൊണ്ട് അങ്ങനെ പറയുന്നതെന്നുള്ളത്. ഡയറക്റ്റഡ് ബൈ സഞ്ജു വി സാമുവൽ. സഞ്ജു സാംസന് ആരെങ്കിലും ആണോ എന്ന് എനിക്കറിയില്ല. മാത്യു തോമസ്, ബേസിൽ, ഗുരു സോമസുന്ദരം, റിയ ഷിബു, നമിത പ്രമോദ്, അനിക, വിഷ്ണു പുരുഷൻ, റിനാളിനി, ആനന്ദ് റോഷൻ, അങ്ങനെ കുറേ പേര് അഭിനയിച്ചിട്ടുണ്ട്. ചക് ദേ എന്നുള്ളൊരു സിനിമ നമ്മുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ ആ സിനിമയും പതിഞ്ഞു കിടപ്പുണ്ട്. ഈ കൊല്ലം ഞാൻ മൈദാൻ എന്നുള്ളൊരു സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ അതൊരു സ്പോർട്സ് മൂവി എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്പോർട്സ് രംഗങ്ങൾ നമ്മൾ മനസ്സിൽ ആഴത്തിൽ പതിയുന്ന വിധത്തിൽ അത് ഒപ്പിവെച്ചിട്ടുണ്ടാവും. ലഗാൻ, ക്രിക്കറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പടം. ജേഴ്സി, ഈ സിനിമയൊക്കെ നമ്മൾ കാണുമ്പോൾ നമുക്ക് അതിലെ സ്പോർട്സ് നല്ലപോലെ ആസ്വദിക്കാനും നല്ലപോലെ നമ്മുടെ മനസ്സിലേക്ക് പതിയും. ഈ സിനിമ കപ്പ് എന്നുള്ള പേര് വിട്ടിട്ട് ലവ് ഓൾ പ്ലേ എന്ന് പറഞ്ഞിട്ട് ഇതിൽ സ്പോർട്സ് വളരെ കുറച്ച് നേരത്തേക്കേ ഉള്ളൂ. അത് കാണിച്ചിരിക്കുന്നത് വളരെ സാധാ രീതിയിലായിപ്പോയി എന്നാണ് എൻ്റെ അഭിപ്രായം. എന്നിലുള്ളിലുള്ള പ്രേക്ഷകന് അതൊട്ടും ഡൈജസ്റ്റ് ആയില്ല. കാരണം ബാഡ്മിൻ്റൺ എന്നുള്ള ഗെയിം, ഷട്ടിൽ എന്നൊക്കെ ആൾക്കാർ പറയും. ഈ ഗെയിം കാണിക്കുമ്പോൾ ഷട്ടിൽ ബാഡ്മിൻ്റൺ എന്ന് പറയുമ്പോൾ മറ്റേ സാധനം, ടെന്നീസും ബാഡ്മിൻ്റൺ, അതെനിക്കിപ്പോഴും കൺഫ്യൂഷനാണ്. അത് കളിക്കണ ആ ഒരു ഷോട്ടുകൾ എടുത്തു വെച്ചിരിക്കുന്നത്, ആ ഒരു ഗെയിം പ്ലേ ഉണ്ടല്ലോ, അത് നല്ലതായിട്ട് കാണിച്ചാലല്ലേ നമുക്കൊരു ഫീലിങ്ങും ഒരു രോമാഞ്ചവും സ്പോർട്സ് പടം കാണുമ്പോൾ നമുക്ക് കിട്ടേണ്ട കുറച്ച് സാധനങ്ങൾ ഒക്കെ കിട്ടുള്ളൂ. ഞാനൊരു സ്പോർട്സ് പടം കാണാൻ പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ കിട്ടണമെന്ന് ആഗ്രഹിച്ചാണ് പോകുന്നത്. ഈ സിനിമ കുറേയൊക്കെ ഫാമിലി ഡ്രാമയും ഒരു സ്കൂൾ കോളേജ് കാലഘട്ട പ്രണയ സെറ്റപ്പ് പരിപാടി അങ്ങനത്തെ ഒരു സാധനത്തിൽ ഒതുങ്ങിപ്പോയി എന്നുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഒരു ടിപ്പിക്കൽ റൈസ് ഓഫ് ആൻ അണ്ടർ ഡോഗ്, അയാളുടെ വേറൊരു സാഹചര്യത്തിൽ ഒരാളുടെ മെക്കിട്ട് കയറുന്നു, അയാൾ കോച്ചോ റെഫറിയോ ആയിരിക്കും പിൽക്കാലത്ത് നമ്മളെ കഥ കാണിക്കുമ്പോൾ. അപ്പോൾ അയാൾക്ക് ഇയാളോട് വൈരാഗ്യം, അതുകൊണ്ട് മനഃപൂർവ്വം തോപ്പിക്കുന്നു, അയാളെ തരണം ചെയ്ത് വരുന്നു. ഇത് നമ്മൾ എന്തോരം കണ്ടിട്ടുണ്ട്. ഈ ഒരു റൈസ് ഓഫ് അണ്ടർ ഡോഗ് സ്റ്റോറിയും അത് എവിടെയെങ്കിലും വെച്ചിട്ട് ഒരാളായിട്ട് ഉടക്കാവുമ്പോഴേക്കും, അല്ലെങ്കിൽ ഒരു സ്ത്രീയോ ആരെങ്കിലും പുരുഷനോ ആയിട്ട് ഉടക്കായിട്ട് പിന്നീട് അയാൾ കോച്ചാവുന്നതോ അല്ലെങ്കിൽ അമ്പയറായിട്ട് വരുമ്പോൾ മനഃപൂർവ്വം തോപ്പിക്കുന്നത്, ഇങ്ങനത്തെ സാധനങ്ങൾ നമ്മൾ എന്തോരം കണ്ടേക്കണം. പല ഭാഷകളിലായിട്ട് നമ്മൾ എന്തോരം കണ്ടിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ കുറേ സിനിമകൾ. അതിനകത്തുള്ള കോഴ പരിപാടി അങ്ങനെ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എന്തോരം കണ്ടിട്ടുണ്ട്. ഇത് അങ്ങനത്തെ ഒരു സാധാ സിനിമയിലേക്ക് ഒതുങ്ങിപ്പോയി എന്നുള്ളൊരു അഭിപ്രായം എനിക്ക് തോന്നി സിനിമ കണ്ടപ്പോഴേക്കും. സിനിമയിലെ ഏറ്റവും വലിയ സേവിങ് ഗ്രേസ് എന്താണെന്ന് വെച്ചാൽ എനിക്കത് ബേസിൽ ജോസഫാണ്. ഈ സിനിമയെ ഞാനൊരു ഗ്രാഫായിട്ട് വരക്കണേ, ഒരു സൈൻ വേവ് ആയിട്ട് ഞാൻ വരക്കും. പക്ഷേ അതായത് ഹൈ വരുന്നിടത്ത് ചെറിയൊരു മുഴയും അടിയിലേക്ക് വലിയൊരു താഴ്ചയും, ആ രീതിയിൽ ഞാൻ വരച്ചു പോവുള്ളൂ. കാരണം ആ ചെറിയ മുഴ എന്ന് പറഞ്ഞു കഴിഞ്ഞത് ബേസിൽ ജോസഫ് ഒറ്റയ്ക്ക് ഉണ്ടാക്കിയെടുത്ത ആ ഒരു സംഭവമാണ്. ബേസിൽ എപ്പോഴൊക്കെ ഈ സിനിമയിൽ സ്ക്രീനിൽ വരുമ്പോൾ മികച്ച അഭിനയവും നല്ല ഫീലിങ്സുമാണ് ഈ സിനിമയിലേക്ക് കൊണ്ടുവരുന്നത്. പിന്നെ വേറെ ഉണ്ട്, വളരെ ചുരുക്കം പേരുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് മാത്യുയുടെ അമ്മയായിട്ട് അഭിനയിക്കുന്ന ആ ആക്ട്രസ് വളരെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ മാത്രമേ എനിക്ക് ഒരു നല്ലൊരു പ്രകടനം എനിക്ക് കാണാൻ പറ്റില്ല. മാത്യുയുടെ ഒരു ഗ്രാഫ് എടുത്താലും മാത്യു ചില സമയത്ത് നന്നായിട്ട് വരുന്നുണ്ട്, ചില സമയത്ത് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇതാവുന്നില്ല. അങ്ങനത്തെ ഒരു ഗ്രാഫായിരുന്നു എനിക്ക് മാത്യുയുടെ ഇതിനകത്തുള്ള ക്യാരക്ടർ കണ്ടപ്പോൾ, മാത്യുയുടെ അഭിനയം കണ്ടിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ അതായത് ഒരുപാട് അങ്ങോട്ട് ഇഷ്ടപ്പെടാനും പറ്റാത്ത വിധത്തിൽ ഇടയ്ക്ക് താഴ്ന്നു പോകും. അപ്പോൾ ഒരു ഭയങ്കര ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടുള്ളൊരു പെർഫോമൻസ്. പിന്നെ ഈ സിനിമ എനിക്ക് തോന്നുന്നത് കുറേ നാൾക്ക് മുന്നേ എന്തോ എടുത്തു വെച്ചിട്ട് ഇപ്പം റിലീസ് ചെയ്യാൻ കഴിഞ്ഞുള്ളൂ, അങ്ങനെ എന്തോ സെറ്റപ്പാണെന്ന് എനിക്ക് ഫീൽ ചെയ്യണം. കാരണം ഇതിനകത്ത് ഒരുപാട് പേരുടെ ലുക്സ് ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. കുറേ നാൾക്ക് മുന്നേ ഷൂട്ട് ചെയ്ത് വെച്ച വിഷ്വൽസ് പോലെ ഫീൽ ചെയ്യുന്നു. പിന്നെ സിദ്ദിഖ് ഡയറക്ടർ, മരണപ്പെട്ടു പോയ സിദ്ദിഖ് ഡയറക്ടർ ഇതിനകത്ത് ലാസ്റ്റ് ഒരു റോളിൽ വരുന്നുണ്ട്. അപ്പോൾ ഐ തിങ്ക് ഇത് കുറേ നാൾക്ക് മുന്നേ എടുത്തു വെച്ച എന്തോ മൂവിയാണെന്നുണ്ട്. ഗുരു സോമസുന്ദരം ഒരു ബ്രില്യൻ്റ് ആക്ടറാണ്. പക്ഷേ മലയാളത്തിൽ പുള്ളീനെ മിന്നൽ മുരളിക്ക് ശേഷം നല്ല നല്ല റോളുകൾ നമുക്കങ്ങനെ കാണാൻ പറ്റിയിട്ടില്ല. ഇതിനകത്തും ഒരു റോള് കൊണ്ടുവന്ന് കൊടുത്തു. എന്തോ ഭയങ്കര മിസ്കാസ്റ്റ് ആയിട്ടാണ് എനിക്ക് ഇതിനകത്ത് ഫീൽ ചെയ്തത്. ചിലപ്പോൾ ഒരു എന്താ പറയുക, ഹിന്ദു ആയിട്ടുള്ള അച്ഛനും ക്രിസ്ത്യനായിട്ടുള്ള ഒരു അമ്മ ഒരു ഹൗസ് ഹോൾഡ് കാണിക്കാൻ വേണ്ടി ചെയ്തോ, അല്ലെങ്കിൽ അതിനകത്തൊരു തമിഴ് ടച്ചുള്ള ഒരാളെ കല്യാണം കഴിച്ച ഒരു മലയാളി സ്ത്രീ അങ്ങനെയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്കെന്തോ ഭയങ്കര മിസ്കാസ്റ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് സിനിമ കണ്ടപ്പോഴേക്കും.
പുള്ളിയുടെ അഭിനയം മോശമാണെന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷേ എന്തോ ഓഡ് വൺ ഔട്ട് എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു അവസ്ഥയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഇതിനകത്ത് വേറെ ചെറിയ ചെറിയ റോളുകൾ ഒരുപാട് പേര് വന്നു പോകുന്നുണ്ട്. ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ കാസ്റ്റിംഗ് ഡയറക്ടറിന് ആരൊക്കെയോ റോളൊക്കെ കൊടുക്കുക എന്നൊക്കെ വല്ല വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നോ എനിക്കറിയില്ല. കുറേ പേര് ഒരു കാര്യമില്ലാണ്ട് വെറുതെ കൊണ്ടുവന്ന് കുറേ ക്യാരക്ടേഴ്സിലിട്ട് വെച്ചിട്ടുണ്ട്. എന്നാൽ ആ ക്യാരക്ടേഴ്സൊക്കെ വെൽ റിട്ടേൺ ആണ്. ആ റൈറ്റിങ്ങിൽ വന്ന ഒരു സംഭവം സിനിമയായി വന്നപ്പോഴേക്കും എന്നിലേക്ക് എത്തിയില്ല എന്നുള്ള ഒരു ഫീലിംഗ് എനിക്ക് തോന്നി. ഇതിനകത്തൊരു കേൾവി കുറവുള്ള ഒരു കുട്ടേട്ടൻ എന്ന് പറയുന്ന ക്യാരക്ടറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു മികച്ച ആക്ടറിനെ കൊണ്ടൊരു ഫെമിലിയർ ഫേസ് ആയിട്ടുള്ള ഒരു ആക്ടറെയൊക്കെ കൊണ്ട് ചെയ്യിക്കേണ്ട ഒരു റോള് ഇതിനകത്ത് വേറൊരു ആക്ടറാണ് ചെയ്തിരിക്കുന്നത്. ആ ആക്ടറിൻ്റെ ചില സമയത്ത് എനിക്ക് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തു. അത് പർപ്പസ്ഫുള്ളി അങ്ങനെ ചെയ്തതാണോന്ന് അറിയില്ല. അതായത് കേൾവി കുറവുള്ള ആൾക്കാർ ഭയങ്കര ഉച്ചത്തിൽ സംസാരിക്കില്ലേ, അപ്പോൾ അത് പർപ്പസ്ഫുള്ളി അങ്ങനെ ഒരു ഇറിറ്റേഷൻ തോന്നിക്കാൻ വേണ്ടി ഡയറക്ടർ അങ്ങനെ ചെയ്തതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇപ്പോൾ അത് വർക്കൗട്ട് ആയെങ്കിൽ പോലും, എനിക്ക് ഇറിറ്റേറ്റഡ് ആവണമെന്ന് വിചാരിച്ച് ചെയ്തതാണെങ്കിൽ ഇറിറ്റേറ്റഡ് ആയെങ്കിൽ പോലും പുള്ളിയുടെ ഡയലോഗ് ഡെലിവറി ചില സമയത്ത് എക്സ്പ്രഷനായിട്ട് മാച്ച് ആവാനുള്ള. പുള്ളി ഒരു ഡയലോഗ് പറയും, പക്ഷേ നിങ്ങൾ അങ്ങനെ മാത്രം ഇടയ്ക്കൊന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ആക്ടറിൻ്റെ പെർഫോമൻസിലെ പാഴ്ചകളൊക്കെ ശരിക്കും എടുത്ത് കാണാൻ പറ്റും. അതെന്നാൽ ഒരു വേറെ കുറച്ചും കൂടി നന്നായിട്ട് ആക്ട് ചെയ്യുന്ന കുറച്ച് നമുക്കൊക്കെ ഫെമിലിയർ ആയിട്ടുള്ള ഫേസുള്ള ഒരു ആക്ടർ ആക്ട് ചെയ്തിരുന്നെങ്കിൽ ആ ക്യാരക്ടർ വളരെ നന്നായിരുന്നാനേ എന്നെനിക്ക് ഫീൽ ചെയ്തു. അത് അജു വർഗീസിനെ കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ആരെയും കൊണ്ട് ചെയ്യിപ്പിച്ചിരുന്നെങ്കിൽ അടിപൊളിയാവേണ്ട ഒരു ക്യാരക്ടറായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ഈ ആക്ടറിൻ്റെ ആ റോൾ, കുട്ടേട്ടൻ എന്ന് പറഞ്ഞ റോൾ അഭിനയിച്ചിരിക്കുന്ന ആക്ടറിൻ്റെ ആക്ടിങ് എനിക്ക് തീരെ കൺവിൻസിങ് ആയിട്ട് ഫീൽ ചെയ്തില്ല. ഭയങ്കര ആർട്ടിഫിഷ്യലായിരുന്നു എക്സ്പ്രഷനിൽ. ഡയലോഗ് കണ്ണടച്ച് കേട്ട് കഴിഞ്ഞാൽ ഓക്കെ, പിന്നെയും കുഴപ്പമില്ല. പക്ഷേ ആളുടെ എക്സ്പ്രഷനും ആക്ടിങ്ങും ആ ഡയലോഗ് ഡെലിവറിയും തമ്മിൽ ഒരു ഭയങ്കര മിസ്മാച്ച് പോലെ, ഭയങ്കര ആർട്ടിഫിഷ്യാലിറ്റിയൊക്കെ എനിക്ക് ഫീലായി. പിന്നെ റിയ ഷിബു ഇതിൻ്റെ മെയിൻ ക്യാരക്ടർ ചെയ്തിരിക്കുന്ന കുട്ടിക്ക് പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് സിനിമയാണെന്ന് തോന്നുന്നു. എനിക്ക് വലിയ അറിവില്ല. ആ കുട്ടിയെ വേറെ എവിടെയും കണ്ടായിട്ട് എൻ്റെ പരിചയത്തിൽ എനിക്കില്ല. ആൾ കൊടുത്തിരുന്ന ക്യാരക്ടറുമായി ഹെവി ക്യാരക്ടറായി പോയോ എന്ന് എനിക്ക് ഫീൽ ചെയ്തു. കാരണം തുടക്കക്കാരിയാണെന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ ചെറിയ കുറച്ച് പ്രശ്നങ്ങൾ, അതായത് മാത്യു ഒക്കെ അത്യാവശ്യം ചില റേഞ്ചുള്ള സീനുകളൊക്കെ വരുമ്പോൾ മാത്യു കയറി അഭിനയിക്കുന്നുണ്ട്. പക്ഷേ മാത്യുയുടെ ഒപ്പത്തിലെത്താൻ പറ്റാത്ത പോലെ ഉള്ളൊരു ഫീലിംഗ്. മേ ബി നമ്മൾ വേറെ ബാക്കിയുള്ളവരുടെയൊക്കെ അഭിനയം കണ്ടിട്ട് ആ കുട്ടിയുടെ അഭിനയം ഒപ്പത്തിൽ വരാത്ത പോലത്തെ ഒരു ഫീലിംഗ് വരില്ല. അങ്ങനത്തെ ഒരു രീതിയിലൊരു സംഭവം എനിക്ക് തോന്നി. എസ്പെഷ്യലി ബേസിലുള്ളതുകൊണ്ടാണ്. കാരണം ബേസിൽ ഈ സിനിമയിൽ അടിപൊളി റോളാണ്. അടിപൊളി റോൾ കിടിലനായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ബേസിൽ ഒരു, അതായത് ഇപ്പോൾ ബേസിൽ ഇപ്പോൾ അഭിനയിച്ച് ബേസിലിപ്പോൾ നല്ലൊരു വേറെ ലെവൽ നടനായിട്ട് വരുന്നുണ്ടെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. ബേസിൽ ഈ റോള് അത്രയും മെച്ചുവറായിട്ടുള്ള റോളും അത്രയും കിടിലനായിട്ടുള്ള ഒരു പെർഫോമൻസും ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഈ സിനിമയിലെ എയ്സ് പെർഫോമർ ഡെഫിനറ്റ്ലി ഈ സിനിമയെ നെടും തോന്നി. ഈ സിനിമയെ ആർക്കെങ്കിലും ഈ സിനിമ കാണുമ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാൻ പോകുന്നത് തീർച്ചയായിട്ടും ബേസിലിൻ്റെ റോളായിരിക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബേസിലിനാണ്. അടിപൊളി റോളായിരുന്നു അത്. നമിത പ്രമോദ് കുഴപ്പമില്ലാതെ ചെയ്തു. പക്ഷേ നമ്മളിപ്പോൾ ഒരു കോച്ച് എന്ന് പറയുമ്പോഴേക്കും സിനിമയിൽ ആ കോച്ച് വരുമ്പോൾ സിനിമയുടെ ദശ മാറുകയാണ്, അല്ലെങ്കിൽ ആ കോച്ച് ഇൻസ്പിറേഷണലായിരിക്കണം. ആ കോച്ചിൻ്റെ വാക്കുകൾ, ആ കോച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ രോമാഞ്ചം കൊള്ളണം. ഈ കോച്ച് വന്ന് മാസമായിട്ട് പറയുന്ന കാര്യങ്ങളൊന്നും എനിക്ക് മാസമായിട്ട് ഫീൽ ആവാനുള്ള. കോച്ചിനോട് ഒരു കാര്യം ചോദിക്കും. ഫസ്റ്റ് സെറ്റിൽ തോറ്റ മത്സരത്തിൽ സെക്കൻഡ് സെറ്റിൽ നിന്നും തേർഡ് സെറ്റും വിൻ ചെയ്ത് എങ്ങനെ ടൈറ്റിൽ വിന്നായി എന്ന് ചോദിക്കുമ്പോൾ ഒരു മാസം ഡയലോഗ് പറയും. ആ ഡയലോഗ് ഞാൻ ഇതാണോ അങ്ങനെ ഒരു ഫീലിംഗാണ് എനിക്ക് കിട്ടിയത്. ആ ഡയലോഗ് എന്താണെന്ന് നിങ്ങൾ തിയേറ്ററിൽ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ ഞാൻ പറയുന്നില്ല. അത് കേട്ടപ്പോൾ ഞാനേ നനഞ്ഞ പടക്കം പോലത്തെ അങ്ങനത്തെ ഒരു അവസ്ഥ പോലെ ഇപ്പോൾ ഇതാണ് വില്യം. അതായത് ഇറ്റ് ഷുഡ് ഹാവ് ബീൻ എ അടിപൊളി രോമാഞ്ചൻ സീൻ. പക്ഷേ അങ്ങനത്തെ കുറച്ച് അവസ്ഥ. അനിക സുരേന്ദ്രൻ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പൊതുവേ ഈ അടുത്ത അനികയുടെ ഏതൊക്കെ പടം കണ്ടാലും എനിക്ക് അനികനെ ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിൽ അഭിനയിച്ചാണ് കണ്ടിരിക്കുന്നത്. എനിക്ക് തീരെ ഇഷ്ടപ്പെടാറില്ല. അനികയുടെ ഒരു നായികയായിട്ട് വന്ന ഒരു സിനിമ പോയി കണ്ടിട്ട് എനിക്ക് മെഗാ ടോർച്ചറായിരുന്നു. പക്ഷേ അനിക ഇതിനകത്ത് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. അനിക വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള പെർഫോമൻസ്. എനിക്ക് അനികയെ പറ്റി, അനികയുടെ പെർഫോമൻസിനെ ഒന്നിനെ പറ്റി ഒന്നും മോശം പറയാൻ എനിക്കില്ല, ഒന്നുമില്ല. കാരണം വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ചെയ്തിട്ടുണ്ട്. കൊടുത്ത റോള് വൃത്തിക്ക് ചെയ്തു വെച്ചിട്ടുണ്ട് എനിക്ക് ഇതിനകത്ത്. പിന്നെ വിഷ്ണു പുരുഷൻ ചില സമയത്ത് അവൻ്റെ അഭിനയം ഭയങ്കര ചില സമയത്ത് ഭയങ്കര ആർട്ടിഫിഷ്യലും. അതായത് ഇത് പല സമയത്തെടുത്തതാണോ അല്ലെങ്കിൽ ആൾ എന്തോ ബ്രേക്ക് എടുത്തിട്ട് പോയിട്ട് പിന്നീട് വന്ന ഇടയിൽ റോൾ ചെയ്തതാണോ ഒന്നും മനസ്സിലാവണില്ല. അതായത് ഭയങ്കര അപ്സ് ആൻഡ് ഡൗൺസ്.
അതാ ഞാൻ പറയും, ഈ സിനിമയുടെ അഭിപ്രായം പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് കേൾക്കും ഇവനെന്താ ഇങ്ങനെ പറയണമെന്ന് ചോദിക്കും. പക്ഷേ എനിക്ക് സിനിമ കണ്ടപ്പോൾ അങ്ങനെയാണ് ഫീൽ ചെയ്തത്. ചില പോർഷൻസ് വളരെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, ചില പോർഷൻസ് ഭയങ്കര അച്ചടി ഭാഷ പോലെയുള്ള ഡയലോഗ് ഡെലിവറിയും അങ്ങനത്തെ സീനൊക്കെ എന്താണ്ട് മഗ്ഗപ്പ് ഇത് പറയുന്നൊക്കെ പറയില്ല, അതുപോലത്തെ ഒരു അവസ്ഥയാണ് എനിക്ക് ഫീൽ ആയത്. ചില സമയത്ത് വളരെ നന്നായിട്ടും പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു കോൺസിസ്റ്റൻറ്റ് പെർഫോമൻസ് ആയിട്ട് എനിക്ക് ഫീൽ ആയില്ല. മൃണാളിനി എന്ന് പറഞ്ഞ ഒരു ആക്ട്രസ് ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും ഫുൾ നെയിം വരുന്നില്ല, ബുക്ക് മൈ ഷോ നോക്കിയാണ് ഞാൻ പറയണത്. ആളുടെ പെർഫോമൻസ് ചേച്ചിയായിട്ടുള്ള ക്യാരക്ടറാണ് മാത്യുയുടെ, വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, നീറ്റ് ആൻഡ് ക്ലീൻ പെർഫോമൻസ്. അപ്പോൾ ഇവരൊക്കെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ആനന്ദ് റോഷൻ ആദ്യമായിട്ട് കാണുന്നതാണ്, ചെറിയൊരു റോളായിരുന്നു. ആ റോളൊക്കെ എനിക്ക് തോന്നണതേ ബഡ്ജറ്റ് കുറവായിട്ടാണോ വേറെ ആക്ടേഴ്സിനെ കാസ്റ്റ് ചെയ്യാൻ, കാരണം ആ റോളുകളൊക്കെ ഈ ചെയ്തിരിക്കുന്ന ആക്ടർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ റോളൊക്കെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഓരോ ആക്ടേഴ്സാണ് വരുന്നത്, ആ റോൾ വേറെ ആർക്കും കൊടുക്കണ്ടേ, ഈ ചേച്ചിയുടെ റോൾ വേറെ ആർക്കും കൊടുക്കായിരുന്നില്ലേ, കാരണം അങ്ങനെ അവർ മോശമായിട്ട് ചെയ്തുകൊണ്ടല്ല അങ്ങനെ ഫീൽ ചെയ്യുന്നത്, അവർ നന്നായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ സിനിമയുടെ ബഡ്ജറ്റ് കുറവ് മൂലം കൊണ്ട് അവിടെ ഒന്നും കാസ്റ്റിംഗ് ചെയ്യാൻ പറ്റാതെ പോയത്. ഈ കൂട്ടുകാരൻ്റെ റോളിൽ നസ്ലിന് ചെയ്തുകൂടായിരുന്നില്ലേ, അങ്ങനെയൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ ഇവർ വലിയ വലിയ സിനിമകൾ ചെയ്തിട്ട് ഇപ്പോൾ ചെറിയ സിനിമ ചെയ്യാൻ പറ്റാതെ പോകുന്നതാണോ അല്ലെങ്കിൽ എന്താണെന്ന് അറിയില്ല. പൊതുവെ ഈ നസ്ലിൻ്റെ സിനിമകൾക്ക് മാത്യു ഭയങ്കര സപ്പോർട്ട് നൽകാറുണ്ട്, അതുപോലെ മാത്യുയുടെ സിനിമക്ക് നസ്ലിൻ സപ്പോർട്ട് നൽകാറുണ്ട്. അപ്പോൾ ഈ സിനിമ എനിക്ക് തോന്നുന്നത് ആ കൂട്ടുകാരൻ്റെ റോള് ഫിറ്റ് ഫോർ നസ്ലിനാണ്, കാരണം നസ്ലിൻ അത് കിടിലായിട്ട് ചെയ്താനേ. അത് മാത്രമല്ല, ഇനിയിപ്പോൾ ബേസിലിൻ്റെ അനിയൻ്റെ റോളാണത്, അപ്പോൾ ബേസിലിൻ്റെ അനിയനായിട്ട് നസ്ലിനെ കാസ്റ്റ് ചെയ്യാൻ പറ്റാത്ത കൊണ്ടാണോ അല്ലെങ്കിൽ അതൊരു മിസ്മാച്ചായി പോകുമെന്ന് വിചാരിച്ചിട്ടാണോ എന്ന് എനിക്കറിയത്തില്ല. ആ നസ്ലിന് കൊടുത്തിട്ട് നസ്ലിൻ നന്നായിട്ട് ചെയ്താനേന്ന് ഫീൽ ചെയ്തു. അത് മാത്രമല്ല, തണ്ണീർമത്തനിലുള്ള ഇവരുടെ മറ്റേ ഗ്യാങ് ഉണ്ട്, അതിനകത്ത് ഒരുത്തൻ ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. അവനക്ക് പോലും ഈ റോൾ എടുത്ത് കൊടുത്താൽ മതിയായിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോയി. അവനാകുമ്പോൾ പിന്നെയും ബേസിലായിട്ട് എനിക്ക് തോന്നുന്നു അനിയൻ എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ കുറച്ചും കൂടി കൺവിൻസിങ് ആയനെ. എനിക്ക് തോന്നുന്നു അവനെങ്ങനെ ഈ റോള് കൈകാര്യം ചെയ്യുമെന്ന് കാണാൻ എനിക്കൊരു ആഗ്രഹം തോന്നിപ്പോയി. അവൻ ഈ സിനിമയിലുണ്ട്, പക്ഷേ ഒരു ക്ലാസ്സിലുള്ള ഈ മാത്യു ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയുടെ പുറകെ കിടക്കുന്ന വേറൊരുത്തനായിട്ടാണ് കാണിക്കുന്നത്. ഈ സിനിമയിൽ എനിക്ക് വേറെ ക്യാരക്ടറുണ്ട്. ആ ക്യാരക്ടർ ആയിട്ട് അഭിനയിച്ച ആക്ടറിൻ്റെ ആക്ടിങ്ങും ആ ക്യാരക്ടർ തന്നെ എന്തിനാണെന്ന് എനിക്ക് തോന്നിപ്പോയ ഒരു നിമിഷം വന്നൊരു സംഭവമുണ്ട്. ഇതിനകത്തൊരു ഓട്ടോ ഡ്രൈവറിൻ്റെ ഒരു സീനുണ്ട്. നായികയായിട്ടുള്ള കഥാപാത്രം കരഞ്ഞ് ഒരു വിധമായിട്ട് ഒരു ഓട്ടോ വിളിച്ചിട്ട് ഓട്ടോ കയറും. ഒരു ഓട്ടോ ഡ്രൈവറുണ്ട്. എന്തിനാണ് അങ്ങനെ ഒരു കാസ്റ്റിംഗ്, എന്തിനായിരുന്നു ആ ഒരു എപ്പിസോഡെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. വെറുപ്പിച്ച് എന്നെ ഇല്ലാണ്ടാക്കി കളഞ്ഞു. എനിക്കവിടെ പ്രാന്ത് പിടിച്ചു ആ സാധനം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും. അത് അത്രയും വെറുപ്പിക്കലായിരുന്നു. അതവിടെ തീർന്നു എന്ന് വിചാരിക്കുമ്പോൾ ഈ മനുഷ്യനെ കൊണ്ട് വീണ്ടും റിവെഞ്ച് എന്നും പറഞ്ഞ് 2 ഓട്ടോക്കാരുമായിട്ട് ഈ മച്ചാൻ വന്നേക്കാണ് ഇവരിടിക്കാനായിട്ട്, നായകനെയും ബാക്കിയുള്ളവരെയൊക്കെ. എൻ്റെ ടീം അത് ആസ്ഥാനത്തുള്ള ഒരു കാസ്റ്റിംഗ്, ആസ്ഥാനത്തുള്ള ഒരു റൈറ്റിങ്ങും, ആസ്ഥാനത്തുള്ള ഒരു എഡിറ്റിങ്ങും ആയിപ്പോയി എന്ന് എനിക്ക് പറയാം. ഈ സിനിമയിൽ അങ്ങനെ ഒരു ക്യാരക്ടറിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. വൻ വെറുപ്പിക്കലായിട്ട് എനിക്കത് ഫീൽ ചെയ്തത്, വൻ വെറുപ്പിക്കൽ. ഹാഫ് ബേക്ക്ഡ് മൂവി എന്നുള്ള അങ്ങനത്തെ ഒരു ടൈപ്പ് ഫീലിംഗാണ് എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ കിട്ടിയത്. ഇഷ്ടപ്പെടാനും പറ്റുന്നില്ല, എന്നാൽ മോശം സിനിമ എന്ന് പറയാനും പറ്റുന്നില്ല, അങ്ങനത്തെ ഒരു അവസ്ഥ. അപ്പോൾ ഈ സിനിമയുടെ അനുഭവം എനിക്ക് ഭയങ്കര ആവറേജ് ആൻഡ് ബിലോ ആവറേജ് അനുഭവമായി മാറിപ്പോയി മൊത്തത്തിൽ നോക്കുമ്പോഴേക്കും. ഈവൻ ദോ ബേസിൽ വാസ് അമേസിങ് ഇൻ ദിസ് മൂവി. ബേസിൽ കിഡിലൻ മച്ചാൻ. ഇഫ് യു ആർ വാച്ചിങ് ദിസ്, അടിപൊളി പെർഫോമൻസ് ആയിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഏണസ്റ്റ് പെർഫോമൻസ് എന്നൊക്കെ പറയില്ലേ, പുള്ളിക്ക് കൊടുത്തേക്കണതിന് പുള്ളി 100 അല്ല 200% ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി എടുത്തു പറയണം, എനിക്ക് ഏറ്റവും വലിയ അരോചകമായി തോന്നിയ മറ്റൊരു സാധനം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ്. ഒരു കാര്യമില്ലാതെ, അതായത് 5 ഇടൻ്റെ അടുത്ത് 15-20 ഇട്ടേക്കണ പോലെ ഫീൽ ചെയ്തേക്കണേ. ഒരു കാര്യമില്ലാത്തടത്ത് വെറുതെ കുറേ ഇൻസ്ട്രുമെൻസിൻ്റെ അതിപ്രസരം പോലെ ഒരു ഫീലിംഗ്. എന്നാൽ പാട്ടുകളൊക്കെ കേൾക്കാനും കൊള്ളാം. പാട്ട് ചെയ്തേക്കണ ഇനി വേറെ ആളാണോ, സിനിമയിൽ അങ്ങനെ വരാറുണ്ട്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വേറൊരാൾ ചെയ്യും, പാട്ട് വേറൊരാൾ ചെയ്യും, അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. അപ്പോൾ ഇനി അങ്ങനെ വല്ലതും ആയതുകൊണ്ടാണോ എന്നറിയില്ല, ചെയ്തു വെച്ചേക്കണ പാട്ടുകളൊക്കെ നല്ല രസം, പക്ഷേ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കളരിക്ക് പുറത്താണ്, മറ്റേത് ആശാന്തി നെഞ്ചത്ത്, അങ്ങനത്തെ രീതി പോലെ എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. ഞാൻ വളരെ ഓണസ്റ്റായിട്ട് തുറന്നു പറയാണ്, സിനിമ ടിക്കറ്റ് പൈസ കൊടുത്ത് കണ്ട് അഭിപ്രായം പറയുന്ന ഒരു പ്രേക്ഷകൻ എന്ന നിലയ്ക്ക് ഞാൻ പറയുകയാണ്. എനിക്ക് ഇവരുടെ സിനിമ ഒരുപാട് പേര് കണ്ട് ആൾക്കാർ അത് ഇഷ്ടപ്പെട്ടാൽ ഓക്കെ, വെൽ ആൻഡ് ഗുഡ്, ഒരു കുഴപ്പമില്ല. പക്ഷേ എൻ്റെ അഭിപ്രായം അബൌട്ട് ദിസ് മൂവി ഇതാണ്, എനിക്ക് ഒരു ഉടഞ്ഞ കപ്പായിട്ടാണ് ഫീൽ ചെയ്യുന്നത് ഈ സിനിമ. അങ്ങനെയാണ് എൻ്റെ അനുഭവം. ഇത് തിയേറ്ററിൽ കണ്ടിട്ട് എനിക്ക് തിയേറ്ററിൽ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നോ അല്ലെങ്കിൽ ഒന്നും അങ്ങനത്തെ ഒന്നും കിട്ടിയില്ല. ശരിക്കും പറഞ്ഞാൽ ഇതൊരു സ്പോർട്സ് മൂവി ആകുമ്പോൾ നമ്മൾ ചക്തയൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ശ്രീധറിൽ പോയി ചക്തേൻ്റെ കണ്ട ഒരു ഫീല് എൻ്റെ മുന്നേ രോമ എഴുന്നേറ്റുന്ന അവസ്ഥയായിരുന്നു. മേദാൻ ഞാൻ ഈ കൊല്ലം ഞാൻ PVRൽ PXൽ പോയി കണ്ടിട്ട് അവസാനത്തെ മാച്ച് കാണിച്ചതൊന്ന് കാണണമായിരുന്നു. ഒന്നും വേണ്ട ഇത് പറഞ്ഞേ പറ്റുള്ളൂ. പണ്ടൊരു പടം ഉണ്ടായിരുന്നു ദിലീപിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞ സ്പീഡ് ട്രാക്ക്, ഓർമ്മയുണ്ട് നിങ്ങൾക്ക്? അതിനകത്ത് മറ്റേ ചേട്ടാ എന്ന് പറയുമ്പോൾ ദിലീപിൻ്റെ ക്യാരക്ടർ സ്പീഡ് കൂട്ടി ഓടും. ഇതിനകത്ത് അതുപോലെ തന്നെ ഒരു സീനുണ്ട്,
ഈ നായകനായിട്ടുള്ള മാത്യുവിന് 2 പേരുകളുണ്ട്. ഇവരെല്ലാവരും കണ്ണെന്ന് വിളിക്കുന്ന ഒരു പേരുമുണ്ട്, ശരിക്കുള്ള പേരുമുണ്ട്. ശരിക്കുള്ള പേര് നിതിൻ എന്നാണ് പേര്. കൂട്ടുകാരൻ എഴുന്നേറ്റ് നിന്നിട്ട് കണ്ണാ എന്ന് വിളിക്കുമ്പോഴേക്കും മറ്റേ എനിക്ക് ആ സ്പീഡ് ട്രാക്ക് ഓർമ്മ വന്നു അത് കണ്ടപ്പോഴേക്കും. അങ്ങനത്തെ ഒരു അവസ്ഥ. മലയാളത്തിൽ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഏറ്റവും മികച്ച ഒരു സ്പോർട്സ് മൂവി ഏതാണെന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും. എൻ്റെ ഓർമ്മയിൽ പെട്ടെന്ന് എനിക്ക് മനസ്സിലേക്ക് വരുന്ന പോലുമില്ല ഒരു നല്ലൊരു ഭയങ്കര സ്പോർട്സ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു സിനിമ എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ വരുന്നില്ല. എൻ്റെ മനസ്സിൽ ലഗാനും ചക്ദേന്റെയാണ് എൻ്റെ മനസ്സിലേക്ക് വന്നത്. ജേഴ്സി പക്ഷേ മലയാള പടമല്ലല്ലോ, ഡബ്ബിങ് ഉണ്ടെങ്കിൽ പോലും. ഏതാണ് മലയാളത്തിൽ കിടിലൊരു സ്പോർട്സ് മൂവി ഉള്ളത്? ജാക്ക് പോട്ട്. പണ്ട് കുതിരപന്തയത്തിനെ പറ്റി മമ്മൂക്കയുടെ ഒരു പടം ഉണ്ടായിരുന്നു, ജാക്ക് പോട്ട്. കലക്ക സാധനമായിരുന്നു കേട്ടോ ആ പടം. എനിക്ക് ആ പടം ഇഷ്ടപ്പെട്ടാണ്. ഭയങ്കര വ്യത്യസ്തമായ ഒരു സാധനമായിരുന്നു അത്. അപ്പോൾ അതല്ലാതെ വേറെ ഏതാ മലയാളത്തിൽ ഉള്ളത്? ഞാൻ മറന്നുപോയതാണോ കേട്ടോ, ഇല്ലയെന്നല്ല ഞാൻ പറയുന്നത്, എൻ്റെ ഓർമ്മയിലേക്ക് പെട്ടെന്ന് വരുന്നില്ല, അത്രേ ഉള്ളൂ. ഒന്നും തോന്നരുത്. ബേസിൽ യു വെർ അമേസിങ് ഇൻ ദിസ് മൂവി. അത് മാത്രമാണ് എനിക്ക് ഈ സിനിമ കണ്ടതിൽ എനിക്ക് തൃപ്തികരമായി തോന്നിയൊരു കാര്യം. എനിക്കൊന്നും ഇവർക്ക് ബഡ്ജറ്റ് കുറവായിരുന്നു. അതുകൊണ്ട് ഞാൻ പറയാൻ വിട്ടുപോയ ഒരു റോളുണ്ട്, ജൂഡ് ആൻ്റണി ജോസഫ്. അതും കൺവിൻസിങ് ആയിരുന്നു. ഒരു വെർപ്പിക്കൽ റെഫറി ആയിട്ട്, ഒരു വൈരാഗ്യമുള്ള റെഫറി ആയിട്ടുള്ള റോള് ജൂഡ് കൊടുത്തിരിക്കുന്നത് ചെയ്തിട്ടുണ്ട്. അത് പറയണമെന്ന് ഓർത്താണ്, മറന്നുപോയി പെട്ടെന്ന്. ഞാൻ ഇങ്ങനെ എഴുതിയൊന്നും വെക്കാറില്ല, അപ്പോൾ മനസ്സിൽ ഞാനല്ലോ പറയണം. പെട്ടെന്ന് ഇപ്പോൾ ഓർത്തപ്പോൾ അത് പറഞ്ഞു. നമ്മളെ കാണിക്കേണ്ടിയിരുന്ന ഇതിനകത്തുള്ള കോണ്ടൻറ്റ് ഭയങ്കര സ്പീഡിൽ ഓടിച്ച് കാണിക്കുകയും എന്നാൽ ചുരുക്കി കാണിക്കേണ്ട കോണ്ടൻറ്റ് ഭയങ്കര വലിച്ചു കിട്ടി കാണിക്കുകയും അങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. എനിക്കറിയാം വീഡിയോ കുറച്ച് ലെങ്തിയാണ്, പക്ഷേ ഞാൻ പറയും ഇത് ഇങ്ങനത്തെ സിനിമകൾ വരുമ്പോൾ ഭയങ്കര പാടാണ്. ഈ സിനിമ ചില സിനിമകൾ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് തുറന്നങ്ങ് പറയാം, ഇഷ്ടപ്പെട്ടില്ല, ഒട്ടും ഇഷ്ടമായില്ല അങ്ങനെ പറയാം. ചില സിനിമ നമുക്ക് വേറെ ലെവലായിരുന്നു അങ്ങനെയും പറയാം. ഈ സിനിമ ഇങ്ങനത്തെ സിനിമ വരുമ്പോൾ പെട്ടുപോകും. കാരണം ഇതിനകത്ത് ഒരാൾ കിടിലനായിട്ട് അഭിനയിച്ച് വെച്ചിട്ടുമുണ്ട്, ചില നല്ല നല്ല കാര്യങ്ങളുമുണ്ട്. പക്ഷേ ടോട്ടാലിറ്റി നോക്കുമ്പോൾ സിനിമ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോലും നമുക്കത് എടുത്ത് പറയാതിരിക്കാനും പറ്റില്ല. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി കണ്ടത് ഇതാണ്, എനിക്കത് അത്ര ഇഷ്ടപ്പെട്ടില്ല. ആവറേജ് ആൻഡ് ബിലോ ആവറേജ് ആണ് ഫീൽ ചെയ്തത്. ഓൾസോ നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഈ സിനിമയെ പറ്റി തോന്നിയെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും സിനിമ തിയേറ്ററിൽ പോയി കാണുക, നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ എടുക്കുക. അല്ല ഞാൻ പറയുന്നത് വേറെ ആരെങ്കിലും പറയുന്നത് നിങ്ങൾ കേൾക്കരുത്. നിങ്ങളെപ്പോഴും സിനിമ സ്വയം പോയി കണ്ട് തിയേറ്ററിൽ കണ്ടിട്ട് അഭിപ്രായം എന്താണെന്നുള്ളത് എടുക്കുക. അല്ലാതെ ഒരാളുടെ അഭിപ്രായം ഡിപ്പെൻഡ് ചെയ്ത് ഒരു സിനിമ കാണാനോ കാണാതെ ഇരിക്കാനോ ചെയ്യരുതെന്ന് കൂടെ ഞാൻ ഇതിനകത്ത് കൂട്ടിച്ചേർക്കുന്നു. ബൈ ബൈ.